നമസ്കാരം, എല്ലാവർക്കും തത്വ കോമ്പറ്റേറ്റീവ് എക്സാം കോർണറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. KS പ്രതീക്ഷിച്ചിരിക്കുന്നവർക്ക് എല്ലാവർക്കുമായിട്ട് PSC കൃത്യമായിട്ടുള്ള പ്രിലിംസിന്റെ ഡേറ്റും മെയിൻസിന്റെ ഡേറ്റും ഒക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് 2025 വിജ്ഞാപനം മാർച്ച് 7 ഉണ്ടായിരിക്കും. റാങ്ക് ലിസ്റ്റ് 2026 ഫെബ്രുവരി 16 പ്രസിദ്ധീകരിക്കും. ഇതാണ് മെയിൻ ഹെഡിങ്. നമുക്ക് താഴോട്ട് നോക്കാം. കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് തെരഞ്ഞെടുപ്പിനായിട്ട് 2025 മാർച്ച് 7 വിജ്ഞാപനം പുറപ്പെടുവിക്കും. അതായത് വളരെ കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ നോട്ടിഫിക്കേഷൻ വരികയും അതിന്റെ പ്രാഥമിക പരീക്ഷയും അന്തിമ പരീക്ഷയും അഭിമുഖവും പൂർത്തിയാക്കി 2026 ഫെബ്രുവരി 16 ഫൈനൽ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുമെന്നാണ് ന്യൂസ്. KSന്റെ തെരഞ്ഞെടുപ്പിന് ഒറ്റഘട്ടമായി 100 മാർക്ക് വീതമുള്ള 2 പേപ്പർ അടങ്ങിയ പ്രാഥമിക പരീക്ഷ. പ്രിലിംസിന് 2 പേപ്പർ, ഓരോ പേപ്പറും 100 മാർക്ക് വീതം, അങ്ങനെ 200 മാർക്കിനാണ് പ്രിലിംസിന്റെ എക്സാം. അതിന്റെ ഡേറ്റ് ജൂൺ 14 ഈ വർഷം ജൂൺ 14 പ്രിലിംസിന്റെ എക്സാം ഉണ്ടായിരിക്കും. KS 2 പേപ്പർ 100 മാർക്ക് വീതം, അങ്ങനെ 200 മാർക്ക്. അതിനുശേഷം 100 മാർക്ക് വീതമുള്ള 3 പേപ്പർ അടങ്ങിയ അന്തിമ വിവരണാത്മക പരീക്ഷ. ഇവിടെ കൃത്യമായി ശ്രദ്ധിക്കുക, ഡിസ്ക്രിപ്റ്റീവ് ലെവൽ എക്സാം ആണ് മെയിൻ എക്സാമിലേക്ക് വരുന്നത്. അവിടെ 300 മാർക്കിനാണ് എക്സാം നടക്കാൻ പോകുന്നത്. അതിന്റെ ഡേറ്റ് ഒക്ടോബർ മാസം 17, 18. ഇതെല്ലാം തന്നെ ഈ വർഷമാണ്. ജൂൺ മാസം 14 പ്രിലിംസും അതിൽ നിന്നും പാസ്സാവുന്നവരുടെ ഷോർട്ട് ലിസ്റ്റിൽ പെടുന്ന ആൾക്കാർക്ക് ഡിസ്ക്രിപ്റ്റീവ് എക്സാം 300 മാർക്കിന്, അത് ഒക്ടോബർ 17, 18 തീയതികളിലായിരിക്കും. ശേഷം 2026 ഇന്റർവ്യൂവും പൂർത്തിയാക്കി ഫെബ്രുവരി 16 ഫൈനൽ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കും. പ്രാഥമിക പരീക്ഷയുടെയും അന്തിമ പരീക്ഷയുടെയും സിലബസ് നോട്ടിഫിക്കേഷൻ മാർച്ച് 7 നോട്ടിഫിക്കേഷൻ വരുന്നതോടുകൂടി പ്രഖ്യാപിക്കും. കഴിഞ്ഞ തവണത്തെ KS തെരഞ്ഞെടുപ്പിന്റെ സിലബസ് ആണ് പ്രാഥമിക അന്തിമ പരീക്ഷയ്ക്ക് തീരുമാനിച്ചിട്ടുള്ളത്. അപ്പൊ സിലബസിനകത്ത് വ്യത്യാസമില്ല. അതുകൊണ്ട് തന്നെ കാത്തിരിക്കേണ്ട കാര്യമില്ല. കഴിഞ്ഞ പ്രാവശ്യം എന്തായിരുന്നോ സിലബസ്, അതേ സെയിം സിലബസ് തന്നെയാണ് പ്രാഥമിക അന്തിമ പരീക്ഷകൾക്ക്, മെയിൻസിനും പ്രിലിംസിനും വരാൻ പോകുന്നത്. ഈ പ്രാഥമിക പരീക്ഷയിലും അന്തിമ പരീക്ഷയിലും ഇംഗ്ലീഷ് ചോദ്യത്തോടൊപ്പം തന്നെ മലയാള പരിഭാഷയും, ഭാഷാ ന്യൂനപക്ഷങ്ങൾക്ക് തമിഴ് കന്നഡ പരിഭാഷയും ലഭ്യമായിരിക്കും. ഉദ്യോഗാർത്ഥികൾക്ക് ഒന്നെങ്കിൽ ഇംഗ്ലീഷ് അല്ലെങ്കിൽ മലയാളത്തിൽ, അല്ലെങ്കിൽ ഭാഷാ ന്യൂനപക്ഷങ്ങൾക്ക് ഇംഗ്ലീഷിലോ തമിഴിലോ കന്നഡയിലോ ഉത്തരവെഴുതാൻ സാധിക്കും. അതായത് പ്രിലിംസില് ഒബ്ജക്റ്റീവ് ടൈപ്പ് ആയിരിക്കും. മെയിൻസിലേക്ക് വരുമ്പോൾ ഡിസ്ക്രിപ്റ്റീവ് ആവുന്ന സമയത്ത് നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റും, ഒന്നെങ്കിൽ ഇംഗ്ലീഷ് അല്ലെങ്കിൽ മലയാളം. ഇതല്ല എന്നുണ്ടെങ്കിൽ ഇംഗ്ലീഷ്, തമിഴ്, കന്നഡ, ഇങ്ങനെ ഏതെങ്കിലും ഭാഷയിൽ ഉത്തരവെഴുതാനായിട്ട് സാധിക്കും. അപ്പൊ ഡേറ്റ് എല്ലാം കൃത്യമായിട്ട് വന്നിട്ടുണ്ട്. സിലബസിനകത്ത് വലിയ വ്യത്യാസമൊന്നുമില്ല. ഇനിയും പഠിച്ചു തുടങ്ങുമ്പോൾ എപ്പോഴും പറയുന്നത് പോലെ തന്നെ NCERT ടെക്സ്റ്റ് ബുക്കുകൾ പഠിച്ചു തുടങ്ങാം. വളരെ കുറച്ച് ദിവസങ്ങൾ കൂടെ മാത്രമേ ഉള്ളൂ. പ്രിലിംസ് പാസ്സാവാനായിട്ട് വളരെ കുറച്ച് ഡേറ്റുകൾ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ നിങ്ങൾ 6 തൊട്ട് 12 വരെയുള്ള NCERT ടെക്സ്റ്റ് ബുക്കുകൾ പഠിച്ചു തുടങ്ങുക. സ്പെഷ്യൽ ബുക്സിലേക്ക് ഫോക്കസ് ചെയ്യുക. അപ്പൊ ആരൊക്കെയാണ് KSന് നമ്മുടെ കൂട്ടത്തിൽ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നതെന്ന് താഴെ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ബൈ.